ഓറിയോ അല്ലേ? ക്ഷമ എനിക്ക് നമുക്ക് നോക്കാം. ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ടൈറ്റിൽ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ സാധാരണ മാവ് എന്തൊക്കെ മാവ് ഉപയോഗിച്ചിട്ടല്ല, ശരിക്കും എന്ത് മാവാന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സിൽക്കോണ്ടും അതേപോലെ തന്നെ ഓറിയോണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് അല്ലെ. എങ്ങനെ ചോക്കോ ലാവ ഇഡ്ഡലി ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാന്ന് നമുക്ക് എന്തായാലും നോക്കാം അല്ലെ. നോക്കല്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇഡ്ഡലി വീഡിയോ ആണ്. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുന്നേ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കണം. കുക്കിംഗ് ചലഞ്ചായ. അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയന്റ് അല്ലേ, ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടാ നോക്കും. പാലെടുത്തിട്ടുണ്ട്, ഓറിയോ അല്ലെ, പിന്നെ സിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ ബിസ്ക്കറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോർബണോ അങ്ങനെയൊക്കെ ഏതെങ്കിലും എടുത്താൽ മതി. പിന്നെ ഇഡ്ഡലി വെക്കണ പാത്രം. എന്താണിത്? അതെ. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓറിയോ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഓറിയോ ഒന്ന് പൊടിക്കണം. നമുക്ക് ആദ്യം നമുക്ക് ഈ ഓറിയോ എടുക്കാം. ഓറിയോ എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ക്രീം ഒഴിവാക്കാം. സീബ ക്രീം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് പൊട്ടിച്ചിട്ടേക്കാം. ക്രീം ഒഴിവാക്കുന്നത് നല്ലതാട്ടോ. അല്ലെങ്കിൽ എനിക്ക് വേണം, ഓവറാക്കണ്ടതാ. കുഴപ്പമില്ല, എന്തായാലും നമ്മളെ ഇഡ്ഡലിയല്ലോ. ഇവ വേഗം കട്ട് ചെയ്തിട്ട് ഇവ എനിക്കറിയാം ഇത് ഇതിന് മുന്നേ ഉണ്ടാക്കി വേണം. എന്താണ് എനിക്ക് ഈ ഓറിയോ തിന്നണം അതിന് മുന്നേ? എനിക്ക് ഇഷ്ടമാണോ ഓറിയോ? ക്രീം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓറിയോ എനിക്ക് ഇഷ്ടമാണ് സീബ. തരാം. ഓ 30 രൂപേന്റെ ഓറിയോ നമ്മൾ 1.5 പാക്കാണ് എടുത്തിട്ടുള്ളത്. സീബ നമ്മളെന്താ ചെയ്യാൻ പോണി? എന്തിനാ ഇടണേ? വെള്ളം കൂടുതലാവരുതേ. വെള്ളം ഇടുന്നില്ലല്ലോ അതിനിപ്പോ. വെള്ളമൊക്കെ വയ്ക്കല്ലോ. ഓക്കെ. നമ്മൾ പൊടിച്ച സാധനം റെഡി ആയിട്ടുണ്ട്. പൊടിച്ച ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇത്ര ഉള്ളതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി നമുക്ക് ബാക്കിയുള്ള ആ ബിസ്ക്കറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചേക്കാം. കാരണം നമ്മളത് വലിയ സിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാ ചോക്ലേറ്റ് ആയാലൊക്കെ മതി കേട്ടോ. അടിപൊളി സിൽക്ക് തന്നെ വേണമെന്നില്ല. അതെ, നമ്മൾ പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടിക്കോട്ടെ വിചാരിച്ചിട്ട് സിൽക്ക് എടുത്തേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പൊടിച്ചെടുത്ത മാവല്ല, ഇതെന്താണ് സാധനം? ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മള് പാലൊഴിച്ചിട്ട് നമുക്ക് മിക്സ് പരിപാടി നന്നായിട്ട്. അല്ല, എന്തായാലും നമ്മളതിലൊരു പോക്ക് ഉറപ്പാണ്. ഞാൻ അത് അടിക്കുമ്പോഴായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഇപ്പോഴാണ് പോയത്. ഇത് നന്നായിട്ട് ലൂസാക്കി എടുക്കാം നമുക്ക്. എന്താണ് എന്താ ഇവ? സൈബക്ക് ഇതാവണ വരെ കാത്തിരിക്കാനൊന്നും ടൈമില്ല. ഇടക്കിടക്ക് എടുത്ത് കട്ട് തിന്നാണ്. നമ്മളാണ്ട് നീ കണ്ണെറ്റി അപ്പം തിന്നാണ്. ദൈവ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നുണ്ട്. ദൈവ ഇത്തിരി കൂടി പാൽ നമുക്ക് വയ്ക്കും. ഇത്തിരി പാൽ, തുള്ളി. ഓവറായി പോയല്ല. ഇത് മിസ്കി നല്ല റെഡി ആയിട്ടുണ്ട്. കത്തിക്കണല്ലേ നമ്മള്. നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് മിൽക്കിന്റെ കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇത്ര സൗന്ദര്യമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നത്? സിൽക്ക്. അങ്ങനെ എന്തൊക്കെയാണ് ചോക്കോബാർ ഉള്ളു അല്ലേ? അയ്യോ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാട്ടോ. നമ്മള് ടേസ്റ്റ് ഒങ്ങാണ്ട് കൂടിക്കോട്ടെ വെച്ചിട്ട് സിൽക്ക് എടുത്തുള്ളൂ. ഇറങ്ങി എടോ അതിലേക്ക് എന്തെങ്കിലും ഇടോ. ഓക്കെ ഫുള്ള് തൊള്ളേക്ക് ഇടുന്നു. അടിപൊളി. അപ്പൊ ഇതെന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഇനി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇനി ചോക്ലേറ്റ് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇനി മുകളിൽ പരിപാടി ഒന്നുമില്ല. ഇനി നമുക്ക് കിച്ചണിലാണ് പരിപാടി അല്ലേ? ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയിട്ട് ഇത് റെഡി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. സോ പോലെ അപ്പൊ അതാ നമ്മള് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വേഗം ആയിക്കൊണ്ടിരിക്കല്ലേ സൈബ? തിരക്കൂട്ടല്ലേ? സൈബക്ക് ഭയങ്കര തിരക്കാട്ടാ. എന്ത് റെഡി ആയിട്ടുണ്ട്? കുക്കിങ്ങാ? ഇപ്പൊ നമ്മളെന്താ ചെയ്തോണ്ടിരിക്കണ ഈ സാധനം? സിൽക്ക്. സിൽക്ക് എന്താക്ക നമ്മള്? സിൽക്ക് വേവിച്ചെടുക്കണം. നമുക്ക് ഇത്തിരി നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് അടി ഇങ്ങനെ പറ്റി പിടിക്കാതിരിക്കാനാട്ടോ ഈ സാധനം തേക്കണ്. അല്ല കാണുന്നവർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ, എന്റേതായിട്ട് പറഞ്ഞെന്ന് മാത്രമേ. ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സെന്ററിലായിട്ട് യെസ്. നമുക്ക് ഇനി ബാക്കി കുറച്ചുകൂടി ഇതിന്റെ മുകളിലേക്ക് കൊടുക്കുക. നമ്മളത് മറ്റേത് ചോക്ലേറ്റ് തന്നെ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഓവർ മെൽറ്റ് ആക്കണ്ട, അത്യാവശ്യം മെൽറ്റ് ആക്കിയാൽ മതി. പിന്നെ ആദ്യം ഇട്ട നമ്മളെ ലെയർ കുറച്ച് കൂടുതലായിരുന്നു. യെസ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത കൂടി വെച്ചേക്കാം. ഈ രണ്ടെണ്ണത്തിലേക്ക് ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. മതി. നമുക്ക് പരിചയമില്ലാത്തതിനെ കൊണ്ടാട്ടോ ഇത്തിരി. ഇപ്പോഴത്താണ് ഒന്ന് ശരിക്കും കറക്റ്റായി വന്നത്. ഇതിന് മുകളിൽ മറ്റേത് കുറച്ച് ഓവറുമായി നമ്മൾ ഇട്ടതില്ല, ആദ്യം ഇട്ടതില്ല. റഷ്യ ഇതൊന്നും കൂടി അലിയേണ്ടി വരും തോന്നുന്നു. ഏത് നമ്മളിപ്പോ ഓറിയോ അല്ലേ? ഓറിയോ ഒന്നും കൂടി ഒന്ന് സെറ്റായി വരണം. എന്നാലും സ്പൂൺ കറക്റ്റ് ആണ്. പക്ഷെ ചോക്ലേറ്റ് മറ്റേത് അത്ര ഒന്നും കൂടി തോന്നുന്നു. സ്പൂണിനെക്കാട്ടി ഒന്ന് കൈകൊണ്ട് ഇടുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടോ നമ്മള്. അപ്പൊ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ടേസ്റ്റ് നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാൻ പോകല്ലേ? റെഡി അല്ലേ ദീപ? അപ്പൊ നമ്മളിതാ ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ആക്കല്ലേ. പിടിക്കാന്നൊന്നും അറിയില്ല കേട്ടോ അടിയില്. ക്ഷമ എനിക്ക് തീരെ ഇല്ല. ആഹാ, 1 2 പുറത്താട്ട ഷേപ്പായത്. കറക്റ്റ് ഷേപ്പായത്. നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാലോ റഷ്യ? നമുക്ക് നോക്കാം നമ്മൾ വിചാരിച്ച മാതിരി ആയിട്ടുണ്ടോ.
ചോക്ലേറ്റ് അങ്ങനെ എത്തിയില്ല, അതിലാണ് ചോക്ലേറ്റ് കൂടുതലുള്ളത് അല്ലേ? നമുക്ക് അത് നോക്കാം. ഇത് നമുക്ക് പൊളിച്ച് നോക്കാം. എന്താ വെച്ചാല് നമ്മള് ഓറിയോന്റെ കൂടിപ്പോയി. അതെ, ഓറിയോ കൂടി പോയി. പിന്നെ ഇത് ഇട്ടതും കുറഞ്ഞു ഇല്ലേ? അതെ, ചോക്ലേറ്റ് ഇട്ടതും കുറഞ്ഞു പോയി. എന്നാലും ഇതാ ഉള്ളിലുണ്ട്. തിന്നോക്ക്, സേവ് ടേസ്റ്റ് നോക്ക്. അടിപൊളി. ഇവിടെ പുറത്ത് നിന്നോ. അടിപൊളിയാണോ? സാമ്പാറും ചമ്മന്തി കൂട്ടിയല്ലോ. ഇവിടെ തമ്പനയിൽ എടുക്കണം, ഫുള്ള് തിന്ന്. അടിപൊളി. ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് അതല്ല, ഞാൻ പറഞ്ഞതാ, ഇഡ്ഡലി ഉണ്ടാക്കി പരിചയമുള്ളവര് ഉണ്ടാക്കുക. അതെ, അപ്പൊ അവർക്ക് അറിയാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പോലെ ഇരിക്കും. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു, കുറച്ച് ഇടാം, എന്നിട്ട് അതിന്റെ ഉള്ളിൽ കുറച്ച് തോനെ നമ്മൾ കണ്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ബാക്കി ഉണ്ടായിരുന്നു നമ്മളെ ചോക്ലേറ്റ് കുറച്ച് തോനെ ഉണ്ട് വെച്ചേക്കാം. നടുവിലേക്ക് സെന്ററിൽ ഒരു കുഴിയാക്കിയിട്ട്, എന്നിട്ട് ബാക്കിയുള്ളത് അതിന്റെ ഷാജി പാപ്പ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടോ, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് തന്നെ. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച്, ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്. വെറൈറ്റി ഇല്ലേ, പ്രാങ്ക് വരുന്നുണ്ട്, അതേപോലത്തെ ചലഞ്ച് വരുന്നുണ്ട്, ഇതേപോലത്തെ ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ താഴെ കമന്റിലും രേഖപ്പെടുത്തട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എല്ലാവരും കയറി ഫോളോ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.